നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് കുവൈറ്റിലേക്ക്. 43 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി മോദിക്ക് കുവൈറ്റിൽ ആചാരപരമായ സ്വീകരണം നൽകും. 1981 ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുൻപ് കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 10 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ വസിക്കുന്ന കുവൈറ്റിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമം ഉൾപ്പെടെ ചർച്ചയാകും. കുവൈറ്റിലെ ലേബർ ക്യാമ്പും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. കുവൈറ്റ് ജനസംഖ്യയുടെ 21%, മൊത്തം തൊഴിൽ ശക്തിയുടെ 30% ഇന്ത്യക്കാരാണ്. സെപ്റ്റംബറിൽ കുവൈറ്റ് കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുവൈറ്റ് അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് മെജാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് ഡിസംബർ 21, 22 തീയതികളിൽ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനമായതിനാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഈ സന്ദർശനം പുതിയ അധ്യായം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധം, വ്യാപാരം, മറ്റു മേഖലകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഈ സന്ദർശന വേളയിൽ ചർച്ചകൾ നടക്കുമെന്നും MEA അറിയിച്ചു. കുവൈറ്റ് അമീർ ഷെയ്ഖ് മജാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹാണ് പ്രധാനമന്ത്രി മോദിക്ക് ഈ ക്ഷണം നൽകിയത്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി കുവൈറ്റിലെ ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടെ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിലെ ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യും. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മ ഇന്ത്യൻ സമൂഹമാണ് എന്നത് ശ്രദ്ധേയമാണ്. 10 വർഷത്തിലേറെയായി പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നരേന്ദ്രമോദി ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ലാത്ത ഏക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യവുമാണ് കുവൈറ്റ്. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. കുവൈറ്റ് ഭരണാധികാരികളും മോദിയും തമ്മിലുള്ള ചർച്ചയിൽ ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സഹകരണം, സുരക്ഷാ സഹകരണം എന്നിവ പ്രധാന അജണ്ടയായി മാറിയേക്കുമെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. 1961 ഇന്ത്യ കുവൈറ്റുമായി നയതന്ത്രബന്ധം സ്ഥാപിച്ചതു മുതൽ ഇരു രാജ്യങ്ങളും വളരെ അടുത്തതും സൗഹൃദപരമായ ബന്ധം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ മുൻനിര വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് കുവൈറ്റ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം $10.47 ബില്യൺ എന്ന റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയിരുന്നു. 2022-2023 2023-2024 ഇടയിൽ കുവൈറ്റിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 34% വർദ്ധിച്ച് $1.56 ബില്യൺ നിന്ന് $2.1 ബില്യൺ ഇക്കാലയളവിൽ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ നടത്തിയ നിക്ഷേപം $10 ബില്യൺ ഇന്ത്യയുടെ 6ാമത്തെ വലിയ ക്രൂഡ് വിതരണക്കാരായി ഉയർന്നു വരുന്ന കുവൈറ്റ് രാജ്യത്തിന്റെ എണ്ണയുടെ പ്രധാന ഉറവിടമാണ്. മോദിയുടെ സന്ദർശനത്തിൽ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിലും ഊർജ്ജ വിതരണത്തിലും അടക്കം ചർച്ചകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം അടുത്തിടെ ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടുത്തി വരികയാണ്. മേഖലയിൽ അടിക്കടിയുള്ള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട്. 7 തവണ UAE സന്ദർശിച്ച മോദി ഖത്തറിലും സൗദി അറേബ്യയിലും 2 പ്രാവശ്യവും ബഹ്റൈനിലും ഒമാനിലും ഒരിക്കലും സന്ദർശനം നടത്തിയിട്ടുണ്ട്.